നമ്മളെ കയ്യിൽ പണം വരുമ്പോൾ, നമ്മൾ പ്രശസ്തനാവുമ്പോൾ, നമ്മൾ വൈറലാവുമ്പോൾ നമ്മളെ കൂടെ ചേർത്ത് പിടിക്കാൻ പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കും, അല്ലേ? അങ്ങനെ ചേർത്ത് പിടിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ അവർ സ്നേഹിക്കുന്നത് എന്താണ്? നമ്മുടെ പണത്തിനെയും നമ്മുടെ പ്രശസ്തിയെയും. അതുകൊണ്ട് അവർ എന്തായി മാർക്കറ്റ് ചെയ്യും. നമ്മൾ ഉദ്ഘാടനത്തിന് വേണ്ടി അവർ ഷോപ്പ് വിജയിക്കും, സെൽഫി എടുത്ത് ടിക്ടോക്കിൽ അതിലിട്ടാൽ അതിൽ അവർ ലൈക്ക് ഇട്ടു. അതിൽ കൂടുതൽ കാപട്യം ഉണ്ടാവും. അതിൽ നമ്മൾ തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾ. അത് നമ്മൾ യഥാർത്ഥ സ്നേഹമെന്ന് അത് പറയാൻ പറ്റില്ല. കൂടുതലല്ല, കുറച്ച് ആൾക്കാർ അതിൽ നല്ലതുണ്ടാവും. പക്ഷേ നമ്മൾ തകർന്നു പോയാൽ, നമ്മൾ ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒന്ന് പേഴ്സണലായിട്ട് വന്ന് എന്ത് പറ്റി നീ വിഷമിക്കണ്ട, ഉറ്റവരെ വിഷമിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടം വേണോ, അല്ലെങ്കിൽ നമ്മളെ കാണാതെ എന്നും കാണുന്ന ഒരു ദിവസം കാണാതെ പേഴ്സണലായിട്ട് നീ എവിടെയാണ് എന്ന് അന്വേഷിക്കുന്ന ഒരൊറ്റ ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പതിനായിരക്കണക്കിന് ആൾക്കാരെക്കാൾ ആ ഒരു ഫ്രണ്ട്, അതാണ് നിങ്ങൾ ഈ ജീവിതം കൊണ്ട് നേടിയ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അവനാണ് നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്. അതുപോലുള്ള ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അള്ളാഹുവിന് നന്ദി പറയണം. കാരണം അവൻ സ്നേഹിക്കുന്നത് നിൻ്റെ കൽബിനെയാണ്, നിൻ്റെ പണത്തെയോ നിൻ്റെ പ്രശസ്തിയോ അല്ല. അതുപോലുള്ള ഫ്രണ്ട് ഒന്നോ രണ്ടോ നമ്മൾക്ക് മതി. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്.